ജനുവരി മാസം 28, 29, 30 തീയതികളിൽ എറണാകുളത്ത് വെച്ച് CMBയുടെ 11ാം പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. 28-ന് ഒരു ബഹുജന റാലിയും അതിനുശേഷം ഒരു പൊതുസമ്മേളനം. ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അതുപോലെ UDFൻ്റെ കൺവീനർ ശ്രീ M ഹസൻ ആ പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. അതുപോലെ മറ്റ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ നേതാക്കളായ അജയ് റാവത്ത്, ശ്രീ പുതുതുണ്ട, അങ്ങനെയുള്ള കുറേ നേതാക്കൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ആ പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം 29-ാം തീയതി 30 തീയതികളിലായിട്ട് പ്രതിനിധി സമ്മേളനം ടൗൺ ഹാളിൽ വെച്ച് MVR നഗറിൽ വെച്ച് നടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ ഇന്നത്തെ ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, അത് സംസ്ഥാന തലത്തിലുള്ളതാണെങ്കിലും ദേശീയ തലത്തിലുള്ളതാണെങ്കിലും ലോകത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നൊരു 2 യുദ്ധങ്ങളുടെ നിഴലിലാണ് ഇന്ന് ലോകം. അത് ആ യുദ്ധം തുടങ്ങിയവർക്ക് പോലും ആ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആരും ഇതുവരെയും വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യാത്ത ഒരു സാഹചര്യത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലോകം പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അതുപോലൊക്കെ ഇന്ത്യയാണെങ്കിലും ഇന്ത്യയിൽ കഴിഞ്ഞ ഈ CMB ഉണ്ടായ ആ കാലത്ത് 38 വർഷങ്ങൾക്ക് മുമ്പുണ്ടായതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യം, പക്ഷേ അന്നൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ കടന്നുപോകുന്നത്. അതുപോലെ കേരളത്തിലും ചില രാഷ്ട്രീയ മാറ്റങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ നടപ്പാക്കുന്നതിനും ഒരു ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ CMB പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 38 വർഷക്കാലം പല രീതിയിലുള്ള എതിർപ്പുകളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ധീരോദാത്തവും ത്യാഗനിർഭരവും അതുപോലെ വികസനോന്മുഖമായ ഒരു രാഷ്ട്രീയം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടും ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നു. ഞങ്ങൾ ഈ പാർട്ടി കോൺഗ്രസിൽ 2 വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള 2 സെമിനാറുകൾ നടത്തുന്നുണ്ട്. ഒന്ന് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെയും അതിൻ്റെ സാധ്യതകളെയും കുറിച്ചാണ്. ഇന്ന് വളരെയധികം പ്രസക്തമായ ഒരു വിഷയമാണത്. കാരണം ഇന്ന് കേരളത്തിന് ഇന്നും അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സഹകരണ പ്രസ്ഥാനം ഇന്ന് ചില വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. പക്ഷേ അതിന് ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയായ പല സഹകരണ സ്ഥാപനങ്ങളും അതിന് രൂപം നൽകാൻ MVRന് ശേഷം ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള വിജയകൃഷ്ണനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകയായി വയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നും അതിന് വളരെയധികം സാധ്യതകളുണ്ട്. പക്ഷേ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന ഒരു സെമിനാർ. അതുപോലെ ഗാന്ധി സ്മൃതി, ഗാന്ധിയുടെ സമാധിയുടെ അന്നായം ജനുവരി 30-ന് ഗാന്ധി സ്മൃതി, ഇന്ത്യയുടെ മതേതരത്വത്തിന് നേരിടുന്ന വെല്ലുവിളി, അത് ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറുമോ എന്നുള്ളതിനെക്കുറിച്ചാണ്. പക്ഷേ നമ്മുടെ ശക്തമായ ഭരണഘടനയും എല്ലാം മുമ്പിലുള്ളപ്പോൾ ആ രീതിയിലുള്ള ഒരു ആശങ്ക ഇന്ന് ജനങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മുമ്പിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 കാലിക പ്രസക്തമായ 2 വിഷയങ്ങൾ ഞങ്ങൾ ഈ ഒരു സെമിനാറിലൂടെ ജനങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാനും ഈ പാർട്ടി കോൺഗ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇന്ത്യയിൽ ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി ഉയർന്നു വരണം എന്നതാണ് CMB ഈ പാർട്ടി കോൺഗ്രസിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പുതിയ സന്ദേശം. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കേരളത്തിലെ സാധാരണക്കാരും തൊഴിലാളികളും ഈ പ്രസ്ഥാനത്തിന് നൽകിയ എല്ലാവിധ സഹായ സഹകരണങ്ങളും തുടർന്നും ഈ പാർട്ടിക്ക് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.